പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഓണത്തലേന്ന് തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. മണ്ണുത്തിക്ക് സമീപം ഗോഡൌണിൽ നിന്ന് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സൂരജ് സജി തൃശൂരിൽ ചേരുന്നു. സൂരജ്, ഓണം മുന്നിൽ കണ്ടുകൊണ്ട് ലഹരി മാഫിയും കൂടി പിടിമുറുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, അത്തരത്തിൽ തന്നെയാണ്. ഓണവിപണി ലക്ഷ്യമിട്ടെത്തിച്ച സ്പിരിറ്റാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വൻ ശേഖരം ആണ് പിടിച്ചെടുത്തതെന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി മണ്ണുത്തി ദേശീയപാതയിൽ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ തിരുവാണിക്കാവ് അമ്പലത്തിന് സമീപത്ത് വെച്ച് ഒരു പിക്കപ്പ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഈ പിക്കപ്പിൽ നിന്ന് 40 കന്നാസിൽ സൂക്ഷിച്ച സ്പിരിറ്റും എക്സൈസ് പിടികൂടി. പിന്നീട് ഈ പിക്കപ്പിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ദേശീയപാതയിൽ തന്നെ ഒരു ഗോഡൌൺ പ്രവർത്തിക്കുന്നു എന്ന വിവരം ഈ എക്സൈസിന് ലഭിക്കുന്നത്. പിന്നീടാണ് ഈ മണ്ണുത്തിയിൽ എത്തി ഗോഡൌണിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ഗോഡൌണിൽ പരിശോധന തുടരുകയാണ്. ഈ സ്പിരിറ്റിന്റെ അളവടക്കം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ എക്സൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 500 കന്നാസുകളിലായാണ് ഈ ഗോഡൌണിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഈ സ്പിരിറ്റ് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ഇവർ നൽകിയിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ സ്പിരിറ്റ് എന്തിനൊക്കെ ഉപയോഗിച്ചു, ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്ന സംബന്ധിച്ച് അടക്കമുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ എക്സൈസ് തേടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ സ്പിരിറ്റിന്റെ ഉറവിടം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തും എന്നുള്ളതാണ് നിലവിൽ എക്സൈസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഓണത്തിന് സദ്യ കഴിച്ച് ഓണാകാം, ലഹരി പരമാവധി ഒഴിവാക്കാം.